അങ്ങനെ യാച്ചി ബ്രോവർമൺ എന്ന് പറയുന്ന ഈ നായ് ചത്തു എന്നാണ് കേൾക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷമുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുമ്പം എന്തിനാണ് ഇത്ര സന്തോഷപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റില്ല നമുക്ക്. കാരണം എന്തെന്നറിയോ? ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ നരഭോജിയായ നെത്യാഹുവിൻ്റെ മുഖ്യ ഉപദേഷ്ടാവാണ് ഇവൻ. പലസ്തീനിലെയും ഇസ്രായേലിലെയും ലെബനാനിലെയും സിറിയയിലെയും പിഞ്ചു മക്കൾ മരിക്കാൻ കാരണക്കാരനായവൻ. എന്ത് യുദ്ധത്തിൻ്റെ പേരിലായാലും മരിച്ചു വീഴുന്നത് സാധാരണ ജനങ്ങളാണ്. അതെ, നെത്യാഹു എന്ന് പറയുന്ന ഏറ്റവും വലിയ തീവ്രവാദി സയനിസ്റ്റ്, അവൻ്റെ മുഖ്യ ഉപദേശകൻ ഇവൻ ചത്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മൊത്തം പരന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. കാരണം നമ്മൾ കണ്ടതാണ്, എവിടെയാണെങ്കിലും മരണം, പിഞ്ചു മക്കളുടെ മരണം നമുക്ക് സഹിക്കാൻ പറ്റില്ല. സിറിയയിലും പലസ്തീനിലും ഇസ്രായേലിലും അതേപോലെ തന്നെ ലെബനാനിലും എത്രയെത്ര പിഞ്ചു മക്കളാണ് മരിച്ചു വീഴുന്നത്. അതിൻ്റെ എല്ലാം മുഖ്യ ഉപദേഷ്ടാവാണ് ഇവനെന്നാണ് അറിയുന്നത്. എന്നിരുന്നാലും ചത്തെങ്കിൽ വളരെ സന്തോഷം തന്നെയാണ്. കാരണം നമ്മൾ കണ്ടതാണ്, പിഞ്ചു മക്കൾ, ദിവസങ്ങളും മണിക്കൂറുകളും മാത്രമുള്ള പിഞ്ചു മക്കളെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ആശുപത്രിയിൽ ബോംബിട്ട് കൊല്ലാൻ കാരണക്കാരനായവനാണ് ഇവൻ. ഇവനെപ്പോലുള്ള നരഭോജികൾ ഈ ലോകത്തിന് ഇല്ലാതാവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് ഇവനെപ്പോലുള്ള നരഭോജികൾ ചത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നമ്മുടെ നാടിന്. അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രവാസി സഹോദരങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനെപ്പോലുള്ള യുദ്ധക്കൊതിമൂത്ത് മനുഷ്യ ചോര കുടിച്ചു മരിക്കുന്ന ഇവനെപ്പോലുള്ള നയിൻ്റെ മക്കൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷം വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം തന്നെയാണ്. ഇനി അതിൻ്റെ പോരൽ വർഗീയവാദി എന്ന് വിളിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാരണം ഇവനെപ്പോലുള്ള തീവ്രവാദികൾ മനുഷ്യ മനസാക്ഷിക്ക് അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ആപത്തായി മാറുന്ന ഇവനെപ്പോലുള്ള വെറും കൊടും ക്രിമിനലുകൾ ചാവുമ്പോൾ അത് സന്തോഷം തന്നെയാണ്. അതിൻ്റെ പേരിൽ പേരിൻ്റെ അറ്റം നോക്കിയിട്ട് തീവ്രവാദി അല്ലെങ്കിൽ സുഡാപ്പി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ, ഞാൻ സുഡാപ്പി തന്നെയാണ്. കാരണം ഇവനെപ്പോലുള്ള നായിൻ്റെ മക്കൾ മരിച്ചു വീഴുമ്പോൾ ഒരിറ്റ് കണ്ണുനീര് നമുക്ക് വീഴാൻ പാടില്ല. കാരണം നമ്മൾ പിഞ്ചു മക്കളാണ്, അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. ചെറിയ പിഞ്ചു മക്കളാണ്, ചോര കുഞ്ഞുങ്ങളാണ് മരിച്ചു വീണത്. നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇവൻ്റെയൊക്കെ മരണത്തിൽ നമുക്ക് സന്തോഷിക്കണ്ടേ അതോ ദുഃഖിക്കണോ? നിങ്ങൾ പറയും. 100% സന്തോഷിക്കണം. ഇവൻ ചത്തിട്ടുണ്ടെങ്കിൽ ഇവന് വേണ്ടി ഒരു മെഴുകുതിരിയും കത്തിക്കണം. കാരണം ചത്തേന് വേണ്ടിയിട്ട്. കൊന്നതാരാണെങ്കിലും അത് നല്ലത് തന്നെയാണ്.